ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് സാഫ് സഫായി മേം അവൽ ഖാവ് എന്ന ലേഖനത്തിലുള്ള ആക്ടിവിറ്റീസ് നോക്കാം അല്ലേ. ചാപ്റ്ററൊക്കെ നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ആക്ടിവിറ്റീസ് മാൻ ലേ മാവ്ലിനോ ഖാവ് മേം പര്യടക് ആത്തെ ഹൈ വഹാം സൂചന പഠേ വഹ് കൈസ ഹോഗ. മാവ്ലിനോ ഗ്രാമത്തിൽ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അവിടെ കുറേ ആ ഗ്രാമമല്ലേ, അത്രയും വൃത്തിയുള്ള ഗ്രാമമാണ്, കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. വഹാം സൂചന പഠേ, അവിടെ ഒരു ഇൻഫർമേഷൻ ബോർഡ് ഉണ്ട്, അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്, സൂചന പഠ്. വഹ് കൈസ ഹോഗ, അത് എങ്ങനെയുള്ളതാവും? മാലിന്യോ ഗ്രാമത്തിലെ സൈൻ ബോർഡ്, ഇൻഫർമേഷൻ ബോർഡ് എങ്ങനെയുള്ളതാവും? നമുക്കറിയാമല്ലേ, ഇവിടെ പ്ലാസ്റ്റിക്കൊക്കെ പൂർണ്ണമായിട്ട് നിരോധിച്ച സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണല്ലേ, അവിടെ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ നമുക്ക് എഴുതാം, യഹാ പ്ലാസ്റ്റിക് പൂരി തരഹ് സെ പ്രതിബന്ധിത് ഹേ. ഇവിടെ പ്ലാസ്റ്റിക് പൂരി തരഹ് പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. പിന്നെ മാവ്ലിനോ ഏഷ്യാക്ക സബ്സെ സാഫ് സുതരാക്ക. മാവ്ലിനോങ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം. ധ്യാനദേം, ശ്രദ്ധിക്കുക. കച്ചറ യഹാം വഹാം നഫേങ്കെ, കച്ചറകൾ അവിടെയും ഇവിടെയൊന്നും എറിയരുത്. ഡസ്റ്റ്ബിൻ കാ ഉപയോഗ കരേ, ഡസ്റ്റ്ബിൻ ഉപയോഗിക്കൂ. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സൂചനാപാട്ട് മക്കൾ പഠിച്ചു വെക്കാം കേട്ടോ. ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട് എന്നോ, അല്ലെങ്കിൽ വേസ്റ്റ് എവിടെ എറിയരുത്, ഡസ്റ്റ്ബിൻ ഉപയോഗിക്കുന്നോ, ഏതാ മക്കൾക്ക് സിമ്പിളായതൊന്ന് മക്കൾ പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് അടുത്ത ആക്ടിവിറ്റിയാണ് പുനർചക്രൺ സേ പ്രകൃതി കാ ബോझ് കം ഹോ ജാതാ ഹേ ചർച്ച് കർക്കെ പുനർചക്രൺ കി സൂചി തയ്യാർ കരേ. റീസൈക്ലിംഗ് കൊണ്ട് പ്രകൃതിയുടെ ഭാരം കുറഞ്ഞു പോകുന്നുണ്ട്. ചർച്ച ചെയ്തിട്ട് ഒരു റീസൈക്ലിങ്ങിൻ്റെ പട്ടിക തയ്യാറാക്കാനാണ്. ഓക്കെ, നമുക്ക് ഓരോരോ വേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാം അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു അവർ വേസ്റ്റ് കൊണ്ട് വളം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതേപോലെ നമുക്ക് ഓരോന്ന് കൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാം അല്ലേ. കാഗസ്, പേപ്പർ കൊണ്ട്, കാഗസ് കി ഫൂൽ ജയ്സെ, പേപ്പർ ഫൂല് പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. പ്ലാസ്റ്റിക് ബോത്തൽസെ, പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് പൗദേക്ക ഗംല, ചെടിൻ്റെ ചട്ടികളൊക്കെ ഉണ്ടാക്കാം അല്ലേ. സൂഖേ പത്തേസെ, ഉണങ്ങിയ ഇല കൊണ്ട് എന്തുണ്ടാക്കുക? ഗാദ്, വളം ഉണ്ടാക്കുക. ഖാദ്യ അവശിഷ്ടസെ, ഭക്ഷണ അവശിഷ്ടങ്ങൾ കൊണ്ട് ഗാദ്, വളം ഉണ്ടാക്കാം. ഇങ്ങനെ നമുക്ക് ഓരോരോ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാം അല്ലേ. ഓരോ റീസൈക്ലിംഗ് കൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാം. നെക്സ്റ്റ് നമ്മൾ ആക്ടിവിറ്റി സാർത്ഥക് വാക്യ ബനായേ, അർത്ഥമുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാനാണ്. ഇവിടെ ഒരു വളഞ്ഞും തിരിഞ്ഞൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. അതെന്താണ്? അത് നമ്മൾ നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആക്കിയിട്ട് വൃത്തിയിൽ എഴുതാനാണ്. ഫസ്റ്റത്തെ എന്താണ്? സാഫ് സഫായി ഹമാര ദായിത്വ ഹേ, ശുചിത്വം നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്വച്ഛ് നഹീം രഹേംഗെ തോ സ്വസ്ഥ് നഹീം ഹോങ്കെ, ശുചിത്വമില്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടാവില്ല. തെൻ ഹോ യാ മൻ സഫായി ജരൂരി ഹേ, മനസ്സായാലും ശരീരമായാലും ശുചിത്വം ആവശ്യമാണ്. മിസ് അത് കറക്റ്റാക്കിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സാഫ് സഫായി ഹമാര ദായിത്വ ഹേ, സ്വച്ഛ് നഹീം രഹേംഗെ തോ സ്വസ്ഥ് നഹീം ഹോങ്കെ, തൻ ഹോ യാ മൻ സഫായി ജരൂരി ഹേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി നാരാഗീതാണ്. നാരാഗീത് കേട്ടിട്ടുണ്ടോ? എന്താണ് നാരാഗീത്? മുദ്രാഗീതം അല്ലേ, സ്ലോഗൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു നാരാഗീത് കൊടുത്തിട്ടുണ്ട്. സ്വച്ഛ് രഹോ തും സ്വസ്ഥ് ബനോ, പ്രകൃതി കോ തും അപ്നാലോ, ഹരിയാലി കാ ഗീത് രജോ, തും ശുദ്ധ ഹവാ കോ അപ്നാലോ. എന്താണ്? വൃത്തിയായി തുടരുക, ആരോഗ്യവാനായിരിക്കുക, പ്രകൃതിയെ
നമ്മൾ എന്ത് ചെയ്യണം, പച്ചപ്പിൻ്റെ പാട്ട് പാടുക, ശുദ്ധവായു സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുദ്രാവാക്യ ഗാനം കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളോട് ഒരു മുദ്രാഗീതം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ലഗാവോ ലഗാവോ പേട് ലഗാവോ, നടു നടു മരം നടു, അപ്ന ജീവൻ ബച്ചാവോ തൻ്റെ ജീവൻ സംരക്ഷിക്കൂ, ധർത്തി ബച്ചാവോ ഭൂമി സംരക്ഷിക്കൂ, സബ് ജീവോം കോ ബച്ചാവോ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കൂ. നല്ല സിമ്പിളായിട്ടുള്ളൊരു നാരാഗീതാണ്. ഓക്കെ, ഈ നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് സന്ദേശ് വാക്യ ചോഡ്കർ പരിസ്ഥിതി സംരക്ഷൺ പർ പോസ്റ്റർ ബനായേ. സന്ദേശവാക്യം ചേർത്തിട്ട് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ നിർമ്മിക്കാൻ. പോസ്റ്റർ നമുക്ക് എപ്പോഴും വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ, എക്സാമിന് വരുന്ന. അപ്പോൾ നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഒരു ഫ്രെയിം വരയ്ക്കണം അല്ലേ, ഒരു ബോക്സ് വരയ്ക്കണം, ഒരു പിക്ചർ വരയ്ക്കണം, ഒരു സെൻറ്റൻസും അല്ലേ സന്ദേശവാക്യങ്ങളും എഴുതണം. അപ്പോൾ ഇവിടെ പ്രകൃതി ഹമാരി മാം ഹേ, പ്രകൃതി നമ്മുടെ അമ്മയാണ്. പേട് ലഗാവോ ധർത്തി ബച്ചാവോ, മരം നടൂ ഭൂമിയെ രക്ഷിക്കൂ. പര്യാവരൺ കി രക്ഷ ദുനിയാ കി സുരക്ഷ, പരിസ്ഥിതിയുടെ രക്ഷ ലോകത്തിൻ്റെ സുരക്ഷ. പ്രകൃതി സംരക്ഷൺ ഹമാരാ ദായിത്വ ഹേ, പ്രകൃതി സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ 4 സന്ദേശവാക്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള സന്ദേശവാക്യം പഠിച്ചു വെക്കുക. എന്നിട്ട് ഒരു സന്ദേശവാക്യം, ഒരു പ്രകൃതിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പിക്ചറും കൊടുക്കുക, ഫ്രെയിമും കൊടുത്തിട്ട് പോസ്റ്റർ ഉണ്ടാക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു സാഫ് സഫായിമേം അവ്വൽ ഖാവ് എന്ന ചാപ്റ്ററിലുള്ള ആക്ടിവിറ്റീസ് കേട്ടോ. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും നാരാഗീത്, പോസ്റ്റർ, സൂചനാപ്പാട്ട് ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, ബൈ.